ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ഇംഗ്ലീഷ് എക്സ്പ്ലോറർ. അങ്ങനെ നമ്മൾ ഇന്ന് നമ്മുടെ 30 ക്വസ്റ്റ്യൻസ് ചാലഞ്ചിലെ ഡേ 20യിലാണ് നമ്മളിന്ന് നിൽക്കുന്നത്. നമുക്ക് ഇനിയും 10 ഡേയ്സ് കൂടെ ബാക്കിയുണ്ട് ഈ ഒരു ചാലഞ്ച് നമ്മുടെ കംപ്ലീറ്റ് ആവാൻ വേണ്ടിയിട്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് നമ്മുടെ ഇന്നത്തെ അതായത് ഡേ 20യിലെ 30 GK ക്വസ്റ്റ്യൻസ് ഏതൊക്കെയാണെന്ന് നമുക്കൊന്ന് നോക്കാം. ക്വസ്റ്റ്യൻസിലേക്ക് പോകുന്നതിന് മുന്നേ നിങ്ങൾ എൻ്റെ വീഡിയോസ് ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കനും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്ത് വയ്ക്കൂ. കൂടെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനും കൂടെ ഈ ഒരു വീഡിയോസ് മാക്സിമം ഷെയർ ചെയ്ത് കൊടുക്കാൻ വേണ്ടി ശ്രമിക്കുക. നിങ്ങൾ ഈ വീഡിയോ ഫുള്ള് കണ്ടതിന് ശേഷം നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളെല്ലാം കമൻറ്റും ആയിട്ടും രേഖപ്പെടുത്താൻ മറക്കരുത്. ഓക്കെ, അപ്പോൾ ഫ്രണ്ട്സിന് ഷെയർ ചെയ്ത് കൊടുക്കാൻ വേണ്ടി മറക്കരുത് കേട്ടോ ഈ ഒരു വീഡിയോ. അപ്പോൾ നമുക്ക് നമ്മുടെ ഇന്നത്തെ GK ക്വസ്റ്റ്യൻസ് ഡേ 20യിലെ 30 GK ക്വസ്റ്റ്യൻസ് ഏതൊക്കെയാണെന്ന് നമുക്കൊന്ന് നോക്കാം. നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ലോകത്ത് ഏറ്റവും വലിയ വേസ്റ്റ് ടു എനർജി പ്ലാന്റ് നിലവിൽ വരുന്ന രാജ്യം. ലോകത്ത് ഏറ്റവും വലിയ വേസ്റ്റ് ടു എനർജി പ്ലാന്റ് നിലവിൽ വരുന്ന രാജ്യം ഏതാണ്? ദുബായിലാണ് ലോകത്ത് ഏറ്റവും വലിയ വേസ്റ്റ് ടു എനർജി പ്ലാന്റ് നിലവിൽ വരുന്ന രാജ്യം. ഏതാണ്? ദുബായ് ആണ് ലോകത്ത് ഏറ്റവും വലിയ വേസ്റ്റ് ടു എനർജി പ്ലാൻ നിലവിൽ വരുന്നത്. സെക്കൻഡ് ക്വസ്റ്റ്യൻ, ദേശീയ സിക്കിൾ സെൽ അനീമിയ നിർമ്മാർജ്ജനം ദൗത്യം NSCAEM 2047 പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉദ്ഘാടനം ചെയ്തത് എവിടെയാണ്? അതായത് ഈ ദൗത്യം പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉദ്ഘാടനം ചെയ്തത് എവിടെ വെച്ചാണ് എന്നുള്ളതാണ് ചോദ്യം. എവിടെ വെച്ചാണ്? മധ്യപ്രദേശിലെ ഷഹദോൾ എന്ന് പറഞ്ഞിട്ടുള്ള സ്ഥലത്ത് വെച്ചിട്ടായിരുന്നു പ്രധാനമന്ത്രി നരേന്ദ്രമോദി ദേശീയ സിക്കിൾ സെൽ അനീമിയ നിർമ്മാർജ്ജന ദൗത്യം 2047 എന്നുള്ള ദൗത്യം ഉദ്ഘാടനം ചെയ്തിട്ടുണ്ടായിരുന്നത്. മധ്യപ്രദേശിലെ ഷഹദോൾ എന്ന് പറഞ്ഞിട്ടുള്ള സ്ഥലത്താണ്. ഓക്കെ, തേർഡ് ക്വസ്റ്റ്യൻ, തൊണ്ടയിലെ അസ്ഥി. തൊണ്ടയിലെ അസ്ഥിയുടെ പേരെന്താ എന്നുള്ളതാണ് ചോദ്യം. എന്താണ്? ഹയോയിഡ് എന്നുള്ളതാണ് തൊണ്ടയിലെ അസ്ഥിയുടെ പേര്. ഫോർത്ത് ക്വസ്റ്റ്യൻ, മുട്ടുചിരട്ടയുടെ ശാസ്ത്രീയ നാമം. മുട്ടുചിരട്ടയുടെ ശാസ്ത്രീയ നാമം എന്താ എന്നുള്ളതാണ് ചോദ്യം. എന്താണ്? പറ്റല്ല എന്നുള്ളതാണ് മുട്ടുചിരട്ടയുടെ ശാസ്ത്രീയ നാമം. പറ്റല്ല എന്നുള്ളതാണ് മുട്ടുചിരട്ടയുടെ ശാസ്ത്രീയ നാമം. തൊണ്ടയിലെ അസ്ഥിയുടെ പേര് ഹയോയിഡ് എന്നുള്ളതാണ്. മുട്ടുചിരട്ടയുടെ ശാസ്ത്രീയ നാമം പറ്റല്ല എന്നുള്ളതാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഫിഫ്ത്ത് വൺ, സംസ്ഥാനങ്ങളിലെ GST തർക്ക പരിഹാരത്തിനായുള്ള GST ട്രിബ്യൂണലുകൾ നിലവിൽ വരുന്നത് എവിടെ എന്നുള്ളതാണ് ചോദ്യം. എവിടെയാണ്? തിരുവനന്തപുരത്തും കൊച്ചിയിലുമാണ് GST ട്രിബ്യൂണലുകൾ നിലവിൽ വരുന്നത്. തിരുവനന്തപുരത്തും കൊച്ചിയിലുമാണ് സംസ്ഥാനങ്ങളിലെ GST തർക്ക പരിഹാരത്തിനായുള്ള GST ട്രിബ്യൂണലുകൾ നിലവിൽ വരുന്നത്. ഏതൊക്കെ സ്ഥലത്താണ്? തിരുവനന്തപുരത്തും കൊച്ചിയിലുമാണ് വരുന്നത്. സിക്സ്ത് ക്വസ്റ്റ്യൻ, തോളെല്ല് എന്നറിയപ്പെടുന്നത് എന്ത് എന്നുള്ളതാണ്? ക്ലാവിക്കൽ ആണ് തോളെല്ല് എന്നറിയപ്പെടുന്നത്. ക്ലാവിക്കൽ ആണ് തോളെല്ല് എന്നറിയപ്പെടുന്നത്. സെവൻത്ത് ക്വസ്റ്റ്യൻ, തീരദേശ യുവാക്കളെ വൈജ്ഞാനിക മേഖലയിലെ തൊഴിൽ പരിശീലിപ്പിക്കാനായി സർക്കാർ ആരംഭിച്ച പുതിയ പദ്ധതി ഏത് എന്നുള്ളതാണ് ചോദ്യം. ഏതാണ്? തൊഴിൽ തീരം എന്നുള്ളതാണ് തീരദേശ യുവാക്കളെ വൈജ്ഞാനിക മേഖലയിലെ തൊഴിൽ പരിശീലിപ്പിക്കാനായി സർക്കാർ ആരംഭിച്ച പുതിയ ദൗത്യം. തൊഴിൽ തീരം എന്നുള്ള പദ്ധതിയാണ് സർക്കാർ ആരംഭിച്ചത്. ആർക്ക് വേണ്ടി? തീരദേശ യുവാക്കളെ വൈജ്ഞാനിക മേഖലയിലെ തൊഴിൽ പരിശീലിപ്പിക്കാനായി സർക്കാർ ആരംഭിച്ച പുതിയ പദ്ധതിയാണ് തൊഴിൽ തീരം എന്നുള്ളത്. ഓക്കെ, എയ്ത്ത് ക്വസ്റ്റ്യൻ, ചെവിയിലെ അസ്ഥികൾ ഏതൊക്കെ അല്ലെങ്കിൽ ഏതെല്ലാം എന്നുള്ളതാണ് ചോദ്യം. ഉത്തരം എന്താ? മാലിയസ്, ഇൻകസ്, സ്റ്റേപ്പിസ് എന്നുള്ള അസ്ഥികളാണ് ചെവിയിലെ അസ്ഥികൾ. മാലിയസ്, ഇൻകസ്, സ്റ്റേപ്പിസ് ഇവയാണ് ചെവിയിലെ അസ്ഥികൾ. ഓക്കെ, മാലിയസ്, ഇൻകസ്, സ്റ്റേപ്പിസ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഒമ്പതാമത്തെ ക്വസ്റ്റ്യൻ, 2023 ലോക പാരാ അത്ലറ്റിക്സ് ചാമ്പ്യൻഷിപ്പിൻ്റെ വേദിയായത്. 2023 ലോക പാരാ അത്ലറ്റിക്സ് ചാമ്പ്യൻഷിപ്പിൻ്റെ വേദിയായത് ഏത് സ്ഥലമായിരുന്നു? ഫ്രാൻസിലെ പാരീസിലാണ് 2023 ലോക പാരാ അത്ലറ്റിക്സ് ചാമ്പ്യൻഷിപ്പ്
വേദിയായത്? ഫ്രാൻസിലെ പാരീസിലാണ് 2023 ലോക പാരാ അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പിൻ്റെ വേദിയായത് എവിടെയാണ്? ഫ്രാൻസിലെ പാരീസിലാണ്. 10th ക്വസ്റ്റ്യൻ. ഇന്ത്യൻ നാവികസേനയ്ക്കായി തുഷിൽ, തമാൽ എന്നീ 2 സ്റ്റെൽത്ത് ഫ്രിഗേറ്റ് കപ്പലുകൾ നിർമ്മിച്ചത് ഏത് രാജ്യമാണ്? ഏത് രാജ്യമാണ്? റഷ്യയാണ് ഇന്ത്യൻ നാവികസേനയ്ക്കായി തുഷിൽ, തമാൽ എന്നീ 2 സ്റ്റെൽത്ത് ഫ്രിഗേറ്റ് കപ്പലുകൾ നിർമ്മിച്ചത്. ഏത് രാജ്യമാണ്? റഷ്യയാണ് നിർമ്മിച്ചത്. 11th ക്വസ്റ്റ്യൻ. കേന്ദ്രമന്ത്രിസഭയിൽ ക്യാബിനറ്റ് അംഗമായ ആദ്യത്തെ കേരളീയൻ? കേന്ദ്രമന്ത്രിസഭയിൽ ക്യാബിനറ്റ് അംഗമായ ആദ്യത്തെ കേരളീയൻ ആരാണ്? ജോൺ മത്തായി ആണ് കേന്ദ്രമന്ത്രിസഭയിൽ ക്യാബിനറ്റ് അംഗമായ ആദ്യത്തെ കേരളീയൻ, ജോൺ മത്തായി. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. 12th വൺ. അടുത്തിടെ സ്റ്റേഡിയത്തിൽ വനിതകൾക്ക് ഫുട്ബോൾ മത്സരം കാണാൻ അനുമതി നൽകിയ രാജ്യം ഏത് എന്നുള്ളതാണ് ചോദ്യം. ഏതാണ്? ഇറാനാണ് അടുത്തിടെ സ്റ്റേഡിയത്തിൽ വനിതകൾക്ക് ഫുട്ബോൾ മത്സരം കാണാൻ അനുമതി നൽകിയ രാജ്യം, ഇറാൻ. 13th ക്വസ്റ്റ്യൻ. ഒരു രൂപ കറൻസി നോട്ടിൽ ഒപ്പിടുന്നത് ആര്? ഒരു രൂപ കറൻസി നോട്ടിൽ ഒപ്പിടുന്നത് ആര്? ആരാണ്? കേന്ദ്ര ധനകാര്യ സെക്രട്ടറിയാണ് ഒരു രൂപ കറൻസി നോട്ടിൽ ഒപ്പിടുന്നത്. ആരാണ്? കേന്ദ്ര ധനകാര്യ സെക്രട്ടറിയാണ് ഒരു രൂപ കറൻസി നോട്ടിൽ ഒപ്പിടുന്നത്. 14th ക്വസ്റ്റ്യൻ. 2023 കാലവർഷത്തിൽ 1000 മില്ലിലിറ്ററിലധികം മഴ രേഖപ്പെടുത്തിയ കേരളത്തിലെ ആദ്യ ജില്ല ഏത് എന്നുള്ളതാണ് ചോദ്യം. ഏതാണ്? കാസർഗോഡാണ് 2023 കാലവർഷത്തിൽ 1000 മില്ലിലിറ്ററിലധികം മഴ രേഖപ്പെടുത്തിയ കേരളത്തിലെ ആദ്യ ജില്ല. ഏതാണ്? കാസർഗോഡാണ്. 15ാമത്തെ ക്വസ്റ്റ്യൻ. ഗോൾഡൻ റീൽ പുരസ്കാരം നേടിയ ആദ്യ ഇന്ത്യക്കാരൻ? ഗോൾഡൻ റീൽ പുരസ്കാരം നേടിയ ആദ്യ ഇന്ത്യക്കാരൻ ആര് എന്നുള്ളതാണ് ചോദ്യം. ആരാണ്? റസൂൽ പൂക്കുട്ടിയാണ് ഗോൾഡൻ റീൽ പുരസ്കാരം നേടിയ ആദ്യ ഇന്ത്യക്കാരൻ. റസൂൽ പൂക്കുട്ടിയാണ് ഗോൾഡൻ റീൽ പുരസ്കാരം നേടിയ ആദ്യ ഇന്ത്യക്കാരൻ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. 16th വൺ. സർക്കാർ ഓഫീസുകളിലെ ജോലികൾക്കായി AI ടൂളുകളായ ഡിജി സ്മാർട്ടും കെല്ലിയും വികസിപ്പിച്ചത് ആര് എന്നുള്ളതാണ് ചോദ്യം. ആരാണ്? കെൽട്രോൺ ആണ് സർക്കാർ ഓഫീസുകളിലെ ജോലികൾക്കായി AI ടൂളുകളായ ഡിജി സ്മാർട്ടും കെല്ലിയും വികസിപ്പിച്ചത്. ആരാണ്? കെൽട്രോൺ ആണ് വികസിപ്പിച്ചത്. 17th ക്വസ്റ്റ്യൻ. ഇന്ത്യയിലെ ആദ്യ വനിതാ ഡോക്ടറായ ആനന്ദിബായിയെ കുറിച്ചുള്ള കാവ്യസമാഹാരം ഏത്? അതിൻ്റെ പേരെന്താ എന്നുള്ളതാണ് ചോദ്യം. എന്താണ് ആൻസർ? ആനന്ദിബായ് ജോഷിയെ ലൈഫ് ഇൻ പോയംസ് എന്നുള്ളതാണ് ആ ബുക്കിൻ്റെ കാവ്യ സമാഹാരത്തിൻ്റെ പേര്. അത് രചയിതാവ് ശിഖ്യ മാളവിയാണ് ഈ ഒരു കാവ്യസമാഹാരം എഴുതിയത്. ആരെക്കുറിച്ചിട്ട്? ഇന്ത്യയിലെ ആദ്യ വനിതാ ഡോക്ടറായ ആനന്ദിബായിയെക്കുറിച്ചുള്ള കാവ്യസമാഹാരം എഴുതിയത് ആര്? അല്ലെങ്കിൽ ആ കാവ്യസമാഹാരത്തിൻ്റെ പേരെന്താ എന്നുള്ളതാണ് ചോദ്യം. എന്താണ്? ആനന്ദിബായ് ജോഷിയെ ലൈഫ് ഇൻ പോയംസ് എന്നുള്ളതായിരുന്നു ആ കാവ്യസമാഹാരത്തിൻ്റെ പേര്. അത് എഴുതിയത് രചയിതാവ് ശിഖ്യ മാളവിയാണ്. ഓക്കെ, 18th ക്വസ്റ്റ്യൻ. കശുവണ്ടി ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത്? കശുവണ്ടി ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? ആനക്കയത്താണ് കശുവണ്ടി ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത്. ആനക്കയം. കശുവണ്ടി ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? ആനക്കയത്താണ്. വ്യവസായങ്ങൾ ഇല്ലാത്ത നാട് എന്നറിയപ്പെടുന്നത് ഏത്? അല്ലെങ്കിൽ ഏത് നാടാണ് വ്യവസായങ്ങൾ ഇല്ലാത്ത നാട് എന്നറിയപ്പെടുന്നത്? ഏതാണ്? മിസോറാം ആണ് വ്യവസായങ്ങൾ ഇല്ലാത്ത നാട് എന്നറിയപ്പെടുന്നത്. മിസോറാം ആണ് വ്യവസായങ്ങൾ ഇല്ലാത്ത നാട് എന്നറിയപ്പെടുന്നത്. മിസോറാം. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. 20th ക്വസ്റ്റ്യൻ. സമ്പത്തിനെ പറ്റിയുള്ള പഠനശാഖ ഏത് പേരിൽ അറിയപ്പെടുന്നു? സമ്പത്തിനെ പറ്റിയുള്ള പഠനശാഖ ഏത് പേരിൽ അറിയപ്പെടുന്നു? ഏത് പേരിലാണ് അറിയപ്പെടുന്നത്? അഫ്നോളജി എന്നുള്ള പേരിലാണ് സമ്പത്തിനെ പറ്റിയുള്ള പഠനശാഖ. അഫ്നോളജി എന്ന പേരിലാണ് സമ്പത്തിനെ പറ്റിയുള്ള പഠനശാഖ വരുന്നത്. ഓക്കെ, സമ്പത്തിനെ പറ്റിയുള്ള പഠനശാഖ ഏത് പേരിൽ അറിയപ്പെടുന്നു? അഫ്നോളജി എന്ന പേരിൽ അറിയപ്പെടുന്നു. 21ാമത്തെ ക്വസ്റ്റ്യൻ. കേന്ദ്ര വിവരാവകാശ കമ്മീഷണറുടെ കാലാവധി തീരുമാനിക്കുന്നത്? കേന്ദ്ര വിവരാവകാശ കമ്മീഷണറുടെ കാലാവധി തീരുമാനിക്കുന്നത് ആരാണ്? കേന്ദ്ര സർക്കാരാണ് കേന്ദ്ര വിവരാവകാശ കമ്മീഷണറുടെ കാലാവധി തീരുമാനിക്കുന്നത്. ആരാണ്? കേന്ദ്ര സർക്കാരാണ് കേന്ദ്ര വിവരാവകാശ കമ്മീഷണറുടെ കാലാവധി തീരുമാനിക്കുന്നത്. കേന്ദ്ര സർക്കാരാണ്.
22ാമത്തെ ക്വസ്റ്റ്യൻ, ഇന്ത്യയിൽ കാർഷിക സെൻസസ് എത്ര വർഷം കൂടുമ്പോൾ നടത്തുന്നു? ഇന്ത്യയിൽ കാർഷിക സെൻസസ് എത്ര വർഷം കൂടുമ്പോൾ നടത്തുന്നു? എത്ര വർഷം കൂടുമ്പോഴാണ് ഇന്ത്യയിൽ കാർഷിക സെൻസസ് നടത്തുന്നത്? 5 വർഷം കൂടുമ്പോൾ. 5 വർഷം കൂടുമ്പോഴാണ് ഇന്ത്യയിൽ കാർഷിക സെൻസസ് നടത്തുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഏഷ്യയിലെ ആദ്യത്തെ ആണവ വൈദ്യുതി ഉൽപാദന കേന്ദ്രം. ഏഷ്യയിലെ ആദ്യത്തെ ആണവ വൈദ്യുതി ഉൽപാദന കേന്ദ്രം ഏതാണ്? ട്രോംബെ ആണ് ഏഷ്യയിലെ ആദ്യത്തെ ആണവ വൈദ്യുതി ഉൽപാദന കേന്ദ്രം. ട്രോംബെ ആണ് ഏഷ്യയിലെ ആദ്യത്തെ ആണവ വൈദ്യുതി ഉൽപാദന കേന്ദ്രം എന്ന് പറയുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. 24ാമത്തെ ക്വസ്റ്റ്യൻ ആണ്, മിഠായി എന്നത് ഏത് ഭാഷയിൽ നിന്ന് മലയാളത്തിലേക്ക് വന്ന പദമാണ്? മിഠായി എന്നുള്ളത് ഏത് ഭാഷയിൽ നിന്ന് മലയാളത്തിലേക്ക് വന്ന പദമാണ്? എവിടെ നിന്ന് വന്നതാണ് മിഠായി എന്നുള്ള വാക്ക്? ഹിന്ദി ഭാഷയിൽ നിന്നും വന്നിട്ടുള്ളതാണ് മിഠായി എന്ന പദം. ഹിന്ദി ഭാഷയിൽ നിന്നാണ് മിഠായി എന്ന പദം മലയാളത്തിലേക്ക് വന്നിട്ടുള്ളത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. 25ാമത്തെ ക്വസ്റ്റ്യൻ ആണ്, 2022 ഓഗസ്റ്റിൽ 75 വയസ്സ് കഴിഞ്ഞവർക്ക് സൗജന്യ ബസ് യാത്ര അനുവദിച്ച സംസ്ഥാനം. 2022 ഓഗസ്റ്റിൽ 75 വയസ്സ് കഴിഞ്ഞവർക്ക് സൗജന്യ ബസ് സർവീസ് അല്ലെങ്കിൽ സൗജന്യ ബസ് യാത്ര അനുവദിച്ച സംസ്ഥാനം ഏത് എന്നുള്ളതാണ് ചോദ്യം. ഏതാണ്? മഹാരാഷ്ട്രയാണ് 2022 ഓഗസ്റ്റിൽ 75 വയസ്സ് കഴിഞ്ഞവർക്ക് സൗജന്യ ബസ് യാത്ര അനുവദിച്ചത്. മഹാരാഷ്ട്രയാണ്. ഇന്ത്യയിലെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ്, ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ ചരക്ക് തീവണ്ടി. ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ ചരക്ക് തീവണ്ടി ഏതാണ്? സൂപ്പർ വാസുകി എന്നുള്ളതാണ് ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ ചരക്ക് തീവണ്ടി, സൂപ്പർ വാസുകി. 27ാമത്തെ ക്വസ്റ്റ്യൻ ആണ്, ഇന്ത്യ തദ്ദേശീയമായി നിർമ്മിച്ച നാവികസേനയുടെ ആദ്യ വിമാനവാഹിനി കപ്പൽ. ഇന്ത്യ തദ്ദേശീയമായി നിർമ്മിച്ച നാവികസേനയുടെ ആദ്യ വിമാനവാഹിനി കപ്പൽ ഏതാണ്? INS വിക്രാന്ത് ആണ് ഇന്ത്യ തദ്ദേശീയമായി നിർമ്മിച്ച നാവികസേനയുടെ ആദ്യ വിമാനവാഹിനി കപ്പൽ, INS വിക്രാന്ത്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഇനി 28ാമത്തെ ക്വസ്റ്റ്യൻ ആണ്, ആണവശേഷിയുള്ള ഭൂഖണ്ഡാന്തര ബാലിസ്റ്റിക് മിസൈലായ മിനുട്ട്മാൻ 3 പരീക്ഷിച്ച രാജ്യം. ആണവശേഷിയുള്ള ഭൂഖണ്ഡാന്തര ബാലിസ്റ്റിക് മിസൈലായ മിനുട്ട്മാൻ 3 പരീക്ഷിച്ച രാജ്യം ഏതാണ്? USA ആണ് ആണവശേഷിയുള്ള ഭൂഖണ്ഡാന്തര ബാലിസ്റ്റിക് മിസൈലായ മിനുട്ട്മാൻ പരീക്ഷിച്ചത്. ആരാണ്? USA. 29th ക്വസ്റ്റ്യൻ, ലോകത്ത് ആദ്യമായി സമ്പൂർണ്ണമായും ഹൈഡ്രജൻ ഊർജത്തിൽ പ്രവർത്തിക്കുന്ന യാത്ര റെയിൽ സംവിധാനം സ്ഥാപിച്ച രാജ്യം. ലോകത്ത് ആദ്യമായി സമ്പൂർണ്ണമായും ഹൈഡ്രജൻ ഊർജത്തിൽ പ്രവർത്തിക്കുന്ന യാത്രാ റെയിൽ സംവിധാനം സ്ഥാപിച്ച രാജ്യം ഏതാണ്? ജർമ്മനിയാണ് ലോകത്ത് ആദ്യമായി സമ്പൂർണ്ണമായും ഹൈഡ്രജൻ ഊർജത്തിൽ പ്രവർത്തിക്കുന്ന യാത്രാ റെയിൽ സംവിധാനം സ്ഥാപിച്ച രാജ്യം ജർമ്മനി. 30th and our last question is, ഇന്ത്യൻ സംഗീതജ്ഞൻ AR റഹ്മാന് ആദരവായി ഏതു രാജ്യത്തെ തെരുവിനാണ് റഹ്മാൻ്റെ പേര് നൽകിയത്? ഇന്ത്യൻ സംഗീതജ്ഞൻ AR റഹ്മാൻ ആദരവായി ഏത് രാജ്യത്തെ തെരുവിനാണ് റഹ്മാൻ്റെ പേര് നൽകിയത്? ഏത് രാജ്യത്തെ തെരുവിനാ? കാനഡയുടെ തെരുവിനാണ് ഇന്ത്യൻ സംഗീതജ്ഞൻ AR റഹ്മാൻ ആദരമായി ആ പേര് ഒരു തെരുവിന് കൊടുത്തിട്ടുള്ള രാജ്യം ഏതാണ്? കാനഡയാണ്. ഓക്കെ, അപ്പോൾ ഇത്രയും ഇന്നത്തെ ഡേ 20ലെ 30 ക്വസ്റ്റ്യൻസ് ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. നമുക്ക് വീണ്ടും അടുത്തൊരു 30 GK ക്വസ്റ്റ്യൻസ് ആയിട്ട് നാളെ വീണ്ടും നമുക്ക് കാണാം. അതുവരേക്കും എല്ലാവർക്കും ടാറ്റാ, ബൈ ബൈ.